എൻ്റെ ജീവിതത്തിലെ സിനിമാ അഭിനയത്തിൻ്റെ സ്വാമി സോൾജ് വന്ന് താമസിക്കുന്ന കാലം എനിക്ക് പടങ്ങൾ വളരെ കുറവാണ്, വളരെ കുറച്ച് പടങ്ങൾ. ലാലിലെ നന്മയുള്ള ഒരു കൊച്ചനിയനെക്കുറിച്ചായി പറയാൻ പോകുന്നത് എമോഷണലായിട്ട് തന്നെ പറയേണ്ട ഒരു സാഹചര്യമായത്. എൻ്റെ ഒരു വീട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, തകർന്നിരിക്കുക. എൻ്റെ 10 പൈസയില്ല. പക്ഷേ വെളിയിലത്തെ ഇമേജ് എന്താണ്? സിനിമാ നടനല്ലേ. മാതാപിതാക്കൾ പോലും എന്തോ ധരിക്കുന്നത്? മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നതിന് ശേഷം അവൻ സിനിമാ നടനായിരിക്കുക. സാമ്പത്തികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് വണ്ടി ചെക്കുകൾ കിട്ടുന്ന കാലം, അത് ലക്ഷങ്ങളോ അല്ലെ 50,000-ൻ്റെ ചെക്ക് തന്നാൽ അത് ബാങ്കിലിട്ടാൽ ഒരിക്കലും ബാങ്കിൽ നിന്ന് പൈസ ആയിട്ട് വന്നിട്ടില്ല. അതിങ്ങനെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട്. എൻ്റെ ഇവർ ഞാൻ പിന്നെ കൊണ്ടിടും. അങ്ങനെ ഓടി നടക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്ക് പോലും ഞങ്ങളുടെ ഈ സിനിമയിലെ ബുദ്ധിമുട്ട് അറിയാത്തൊരു കാലത്ത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് വന്നു. എനിക്കൊരു 10, 25,000, 40,000, 50,000 രൂപയുടെ ആവശ്യം വന്നു. അത്രയുള്ള എമൗണ്ട്. അക്കാലത്ത് അത് വലിയ എമൗണ്ടാണ് എനിക്ക്. ഞാൻ അന്ന് ആരോട് ചോദിക്കും? എനിക്ക് എളുപ്പം കൊണ്ട് വീട്ടിൽ കൊടുത്തേ വെക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനപ്പോൾ മനസ്സിൽ വന്ന ഒരു വലിയൊരു പ്രൊഡ്യൂസറെ കുറിച്ച് ഒരു 5-6 പടം ഞാൻ ചെയ്തു കൊടുത്തു, സൂപ്പർ ഹിറ്റാക്കി കൊടുത്ത ഒരു മനസ്സാക്ഷിയില്ലാതെ ആ പ്രൊഡ്യൂസർ, ഞാൻ പറയുന്നില്ല പേരൊന്നും ആരുടെയും പറയില്ല, ആ മനസ്സാക്ഷിയില്ലാതെ പ്രൊഡ്യൂസർ ക്യാപ്റ്റൻ ഒരു രക്ഷയുമില്ല, ഞാൻ അങ്ങനെയാണ്, ഇതാണ്, കയ്യിലൊന്നുമില്ല, അതാണ് എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഞാൻ മനപ്രയാസപ്പെട്ട് അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് വിട്ടു. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, അന്ന് മോഹൻലാൽ പ്രിയൻ്റെ ഒരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചെന്നൈയിൽ. ഞാൻ ചെന്ന് പ്രിയൻ്റെ സെറ്റിൻ്റെ ഒരു സൈഡിൽ പോയി ഞാൻ ആകപ്പാടെ ഡിസപ്പോയിൻറ്റഡാണ്. ഞാനിങ്ങനെ കൈയൊക്കെ കെട്ടിയിരുന്ന് പോയി ദൂരെ നിന്ന് ലാൽ അടുത്ത് വന്നു, ഓടിങ്ങി വന്നു. ഒരു കളങ്കമില്ലാതെ ഞാൻ പറയുക. ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചു, രാജാ ഇതെന്താ ഇങ്ങനെ ഭയങ്കര ഡള്ളായിരിക്കുന്നത്, മൂകനായിരിക്കുന്നു, മുഖമെല്ലാം ഇങ്ങനെ വല്ലാതായിരിക്കുന്നുള്ളൂ, എന്താ കാരണം? നമ്മൾ ലാൽ ഒരു കാര്യം പറയാറുണ്ട്. എന്താ രാജാ പറ. ഞാൻ ലാലിനെ വിളിച്ചോണ്ട്, അല്ല ഇവിടെ നിന്നങ്ങ് പറ, വേണ്ട നമുക്ക് വെളിയിലോട്ട് വന്നു. വെളിയിലോട്ട് മാറിപ്പോയി സെറ്റിന് വെളിയിലിറങ്ങി നിന്ന് ഒരു 2-3-4-5 മിനിറ്റ് എടുത്തു. നമ്മൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു ചെറിയൊരു എമൗണ്ട് തന്ന് സഹായിക്കണം. എത്ര വേണം? ഞാനപ്പോൾ ഈ എമൗണ്ട് പറഞ്ഞു, ചെറിയൊരു എമൗണ്ട്, 25,000 രൂപയോളം അന്നേരം എനിക്ക് എളുപ്പം കിട്ടണം. ആ രായിച്ചായ ഇതിനാണോ 1 ലക്ഷം വേണോ, 2 വേണോ, 3 വേണോ, എത്ര വേണോ, എത്ര ലക്ഷം വേണം പറ. രായിച്ചാൻ്റെ വീട്ടിൽ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയില്ല, നല്ലൊരു കാര്യം തന്നെയാണ്, എൻ്റെ ഇളയൊരു സഹോദരിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതിനാണോ ഈ മൂകനായിട്ട് ഇങ്ങനെ വീർത്തിരിക്കും? ഇത് വലിയ കാര്യമുള്ള കാര്യമാണ്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അപ്പം തന്നെ രായിച്ചാൻ എവിടെ വേണം? ചെന്നൈ വേണോ അതോ ട്രിവാൻഡ്രത്ത് വേണോ? ഞാൻ എൻ്റെ അനിയനോട് ഞാൻ വിളിച്ച് പറയാം, അമ്മയോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പം തന്നെ വീട്ടിൽ അമ്മയെ വിളിക്കുന്നു, ഈ ചേച്ചിയെ വിളിക്കുന്നു. ആ ചേച്ചിയൊന്നും ഞാൻ ജീവിതത്തിൽ മറക്കില്ല. വിളിച്ചിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ രാജിച്ചാൻ്റെ അനിയൻ വരും, എന്നിട്ട് ഈ ഒരു എമൗണ്ട് റെഡിയാക്കി വെച്ചേക്കണം. എൻ്റെ അനിയൻ അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ ചെല്ലുന്നു, അമ്മ ആ എമൗണ്ട് റെഡിയാക്കി കവറിലിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ വാങ്ങിച്ച എമൗണ്ട് ഞാൻ പറഞ്ഞു, ലാലെ ഞാനൊരു ചെറിയ ഇൻട്രസ്റ്റ് വിട്ടങ്ങ് തിരിച്ചു തരാൻ സ്വീകരിക്കും. എന്നെ കൊല്ലാതെ ലാല് കൊന്നു. ആ വാക്ക് ഉപയോഗിച്ചേനാ, ഇൻട്രസ്റ്റ് എന്നുള്ള വാക്ക്, പലിശ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ലാൽ എന്നെ കടിച്ച് കീറി കൊന്നു. കൊന്നുകളെയും വെട്ടി കീറിക്കളയും. ഇതാണോ മനുഷ്യപ്പറ്റ്? ഞാൻ അനിയനായിട്ട് നിൽക്കുന്ന ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനാ രാജിച്ചാൻ്റെ ഇന്ന്? ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച വർഷങ്ങളോളം ഒന്നിച്ച് ഒരേ റൂമിൽ കഴിഞ്ഞ കാലത്താണ് ഓർത്തോണം. അങ്ങനെ ഒരു വലിയ അനിയൻ എൻ്റെ ഈ ലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ലാലിൻ്റെ പേഴ്സണാലിറ്റീസിൻ്റെ ഓരോ ഡിഫറെൻറ്റ് വ്യക്തിത്വമാണിത്. പലരും പല വിധത്തിലൊക്കെ നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തർ അനലൈസ് ചെയ്യും. എൻ്റെ കാഴ്ചപ്പാടിലെ ആദ്യത്തെ ലാൽ ഇതെങ്ങനെയുണ്ട്, മറക്കാൻ പറ്റുമോ എനിക്ക്? അങ്ങനെ എത്രയോ പേരെയൊക്കെ ലാൽ ആരോടും പറയില്ല, ഇത് കൈ അറിയല്ല. ലാല് സാമ്പത്തിക സഹായം കൊടുത്തോ അല്ലാതെയോ സഹായിച്ചാൽ ലാലായിട്ട് ഒരിക്കലും പറയത്തില്ല. നമ്മൾ പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ ചോദിക്കും, രാജിച്ചാൻ എന്താ വേണ്ടാത്തതൊക്കെ വിളിച്ച് തിരഞ്ഞോട്ടത്തിൽ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിക്കില്ല. അതാണ് മോഹൻലാൽ, റിയൽ മോഹൻലാൽ. നിങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാർ അല്ല, അതിനകത്തൊരു വലിയൊരു ആഴമുള്ള മനുഷ്യനിരിപ്പുണ്ട്. അത് സാഹചര്യങ്ങളിലെ ആ മനുഷ്യൻ വെളി വരുള്ളൂ. ഇപ്പോഴീ നമ്മൾ കാണുന്ന ഇമേജും ഡാൻസും പാട്ടും അതൊന്നും അല്ലാത്ത വലിയ മനുഷ്യപ്പറ്റുള്ളൊരു വ്യക്തി. അത് എലന്തൂരിലെ അച്ഛനും അമ്മയും എലന്തൂക്കാരാണ്. അവിടുന്ന് കിട്ടിയ രക്തത്തിൻ്റെ ട്രേറ്റ്സ് എന്ന് പറയും, ക്വാളിറ്റീസ്. അത് അങ്ങനെ നന്മയുടെ ഉറവിടമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി. എത്ര ഞാൻ തിരിഞ്ഞു നോക്കി പറഞ്ഞാലും വർഷങ്ങളോളം എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളത് ലാലിനെ കുറിച്ച് അറിയാം. അതുപോലെ നന്മയുള്ള എൻ്റെ ഈ സഹോദരൻ ഇനിയും അങ്ങേയറ്റത്തെ വലിയ വലിയ ഇൻ്റർനാഷണൽ അവാർഡുകൾ തേടി വന്നാലും ഞാൻ കാണുന്നത് എൻ്റെ ഈ കൊച്ചനിയനാണ്. എനിക്ക് മരണം വരെ എനിക്കിത് മോഹൻലാൽ എന്ന് പറയുന്നത് ഞാൻ ബഹുമാനിക്കുകയും സെറ്റിൽ വരുമ്പോൾ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ ബഹുമാനിക്കുകയൊക്കെ ചെയ്താൽ പോലും എൻ്റെ ഉള്ളിൽ എൻ്റെ കൊച്ചനിയനായിട്ട് അന്ത്യം വരെ ലാൽ നിലനിൽക്കും. നമ്മൾ ഇത്രയൊക്കെ